ഇത്രത്തോളം പട്ടിണിയുള്ള രാജ്യത്തെയാണ് മധുരമനോഹര സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. എല്ലാ ഡോറുകളും തുറന്നു വെച്ചു. ഞങ്ങളുടെ നാട്ടിൽ കള്ളന്മാരുണ്ടായിരുന്നില്ല, സ്വത്ത് മുഴുവൻ രാജ്യത്തിനാണ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ വീട്ടിലൊന്നും കക്കാനുണ്ടായിരുന്നില്ല എന്നാണ്. അനേകം മനുഷ്യ സ്ത്രീകളുടെ ശരീരം വിറ്റ് രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കേണ്ട ഗതികേടിലേക്ക് പിൽക്കാലത്ത് റഷ്യ എന്ന് പറയുന്ന സംവിധാനത്തെയും റഷ്യയോട് കൂടെ ചേർന്ന ഒരു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന സംവിധാനത്തിൽ ലയിച്ച നാട്ടങ്ങളെയും എത്തിച്ചതാണ് അവസാനം കമ്മ്യൂണിസം സാധ്യമാക്കിയ വിമോചനം എന്ന് പറയുന്നത്. അതുപോലെ സിഗ്നൽ കൊടുക്കുന്ന വാർഡന് സിഗ്നൽ നിർത്താൻ, വണ്ടിക്ക് നിർത്താൻ, സ്റ്റോപ്പ് ചെയ്യാൻ കാണിക്കുന്ന ഒരു പതാകയായി ഈ പാർട്ടിയുടെ ചരിത്രം അവശേഷിക്കും. അതിൽ നിന്ന് രക്ഷിക്കാനുള്ള ബാധ്യത ഒന്നാമതായി നിങ്ങൾക്ക് മാത്രമാണുള്ളത് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ലോകത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആഴത്തിൽ വേരോടിയ, വളരെ വേഗം പടർന്നു പന്തലിച്ച 12 രാജ്യങ്ങളിൽ വളരെ പെട്ടെന്ന് അധികാരത്തിൽ വന്ന 40ഓളം രാജ്യങ്ങളുടെ അഫിലിയേഷൻ സംവിധാനമായ സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. പക്ഷേ ആ കമ്മ്യൂണിസം ഇന്ന് മ്യൂസിയത്തിലും പ്രതിമകളിലും ബസ് സ്റ്റോപ്പിൻ്റെ നെയിം ബോർഡുകളിലും മാത്രം പരിമിതപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ലോകത്തെ വലിയൊരു ഭാഗത്തെ പെട്ടെന്ന് ആകർഷിക്കുകയും പെട്ടെന്ന് ആളുകൾ നിരാശപ്പെടുകയും ചെയ്ത ഒരു ദർശനമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അതിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാം എന്ന് പറയുന്ന വലിയ ഒരു ദർശനമുണ്ട്. ആ ദർശനത്തിൻ്റെ ആഴം, സൗന്ദര്യം, സന്തുലിതത്വം, സമഗ്രത, പ്രപഞ്ചത്തിലെ ഏത് സംവിധാനങ്ങളോടും അതിനോടുള്ള അതിൻ്റെ സമീപനം, ഇങ്ങനെ പല അർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്ന ഒരു ദർശനവും ഭൗതിക പ്രത്യയശാസ്ത്രവും തമ്മിൽ താരതമ്യം പോലും അർഹിക്കുന്നില്ല എന്ന് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവുന്നതാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധ പ്രവൃത്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഒരു രീതിയാണ്. ആ രീതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിച്ചത് മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ 1920 തഷ്കൻഡിൽ വെച്ച് MN റോയിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടത്തുന്നത്. നേരത്തെ അദ്ദേഹം അനുശീലൻ സമിതി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മൺ സംരക്ഷണ സമിതിയുടെ പ്രധാനപ്പെട്ട സംഘാടകനായിരുന്നു. അദ്ദേഹത്തെ സഖാവ് ലെനിൻ തന്നെയാണ് ഈ സോവിയറ്റ് യൂണിയൻ്റെ എക്സ്റ്റൻഷൻ, വിശദാംശങ്ങൾ, അത് വികസനം നടത്തുവാൻ വേണ്ടി മുസ്ലിം രാജ്യങ്ങളുടെ അതിനെ സോവിയറ്റ് യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മാനിസ്ഥാൻ, അതുപോലെ തബരിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുകയും അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും മുസ്ലിങ്ങളുടെ പോരാട്ടശേഷിയെക്കുറിച്ച് വിലയിരുത്തുകയും മുസ്ലിം സമുദായം അധിനിവേശത്തോടും അക്രമത്തോടും ആക്രമോത്സുകതയോടും സ്വീകരിക്കുന്ന ചരിത്രത്തിലെ അതിൻ്റെ നിർണായകമായ പങ്കിനെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെ ഒരു പുസ്തകം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ചരിത്രപരമായ പങ്ക് എന്നാണ് അതിൻ്റെ പേര്. അത് ഇസ്ലാമിനെ കുറിച്ച് ഭൗതികവാദ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. പക്ഷേ അതിൽ ഉള്ളടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അന്നില്ല. പക്ഷേ ഇസ്ലാം വിരുദ്ധ മനോഭാവത്തിൻ്റെ ഒരു ഘടകം അതിൽ ഉള്ളടങ്ങിയത് നമ്മൾ സൂക്ഷിച്ചു വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എങ്ങനെയാണ് സോവിയറ്റ് യൂണിയനിലേക്ക് മുസ്ലിം രാജ്യങ്ങളെ ചേർക്കുകയും മുസ്ലിം രാജ്യങ്ങളുടെ പോരാട്ടശേഷി സോവിയറ്റ് യൂണിയൻ്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന വളരെ കുശാഗ്രബുദ്ധിയുടെ ഒരു സൃഷ്ടി കൂടിയാണ് ആ പുസ്തകമെന്ന് പറയുന്നത്. സഖാവ് ലെനിൻ തന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരാളം പഠിക്കുകയും അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഒരാളാണ്. അതുകൊണ്ടാണല്ലോ 1917 ബോൾഷെവിക് റവല്യൂഷന്റെ മുന്നോടിയായി സഖാവ് ലെനിൻ പറയുന്നത്, നിങ്ങൾക്ക് മുസ്ലിം സമൂഹത്തോട് പറയുന്നത്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തിരുന്ന, അദ്ദേഹം രക്തസാക്ഷിയാവുമ്പോൾ പാരായണം ചെയ്തിരുന്ന രക്തം പുരണ്ട മുസാഫ് നിങ്ങൾക്ക് വീണ്ടെടുക്കാം, അതിനുവേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കുക എന്നാണ് ലെനിൻ യഥാർത്ഥത്തിൽ അന്ന് അവിടുത്തെ മുസ്ലിം സഹോദരന്മാരോട് പറഞ്ഞത്. അങ്ങനെ അതിൽ ആവേശഭരിതരായി അന്നത്തെ പല പണ്ഡിതന്മാരും ബോൾഷെവിക് റവല്യൂഷൻ അനുകൂലമായ ഫത്വ കൊടുത്ത കാലഘട്ടം നമുക്കറിയാവുന്നതാണ്. ആ ബോൾഷെവിക് റവല്യൂഷൻ അനുകൂലമായ ഫത്വ കൊടുക്കുകയും അതിൽ അണിചേരുകയും ചെയ്തു. ചില ആളുകൾ അതിനോട് അത് ഒരു അടവ് നയമാണ്, അതിൽ നിങ്ങൾ
നിങ്ങൾ വീണുപോകരുത് എന്ന ആളുകളെ ഉണർത്തുകയും ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്. അവിടെ 1918 ഇതേ സഖാവ് ലെനിൻ തന്നെയാണ് പറയുന്നത്, മുസ്ലിം രാജ്യങ്ങളെ ബലപ്രയോഗത്തിലൂടെ സോവിയറ്റ് യൂണിയനിലേക്ക് ചേർക്കണമെന്നാണ്. അനേകം മനുഷ്യരുടെ കബന്ധങ്ങൾ അതിൻ്റെ മീതെയാണ് ബോൾഷെവിക് റവല്യൂഷന്റെ അടിത്തറ പാകിയത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ലെനിൻ യഥാർത്ഥത്തിൽ ഇവിടെ ഇതുപോലെ 1917 സഖാവ് ലെനിൻ അത്തരമൊരു സമ്മേളനം നടത്തിയതിന് ശേഷം കഴിഞ്ഞ വർഷങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ അതേപോലെ ഒരു സമ്മേളനം നടത്തിയത് നമുക്ക് ഓർമ്മ വരുന്നത് കണ്ണൂരിലെ പോലീസ് ഗ്രൗണ്ടിൽ വെച്ചാണ്. അന്ന് സഖാവ് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ അമരത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലീസ് ഗ്രൗണ്ടിൽ നടത്തിയൊരു സമ്മേളനമുണ്ട്. നിസ്കാരക്കുപ്പായം വിതരണം ചെയ്യുകയും നിസ്കാരപ്പായ വിരിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ ഭരണത്തിൽ വന്ന് തരാമെന്ന 1917 ബോൾഷെവിക് റവല്യൂഷന്റെ മുന്നോടിയായി സഖാവ് ലെനിൻ പറഞ്ഞ അതേ വാചകം യഥാർത്ഥത്തിൽ ഈ ഭരണം അധികാരത്തിൽ വരുന്നതിൻ്റെ ആദ്യത്തെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇന്ന് സഖാവ് ലെനിൻ അന്നത്തെ മുസ്ലിം രാജ്യങ്ങളോട് എന്ത് സമീപനമാണ് പുലർത്തിയത്, അതേ സമീപനമാണ് മുസ്ലിം സംഘടനകളുടെ വിഷയത്തിൽ ഇന്ന് പിണറായി വിജയന്റെ സർക്കാരും സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് ആ ഒരു താരതമ്യം നടത്തി നോക്കിയാൽ വളരെ പെട്ടെന്ന് ബോധ്യമാവുന്നതാണ്. യഥാർത്ഥത്തിൽ പല വിമർശനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് തന്നെ ഉടലെടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി അതിനെ വിമർശിച്ചിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസത്തെ വിമർശിച്ചിട്ടുണ്ട്, ഡോക്ടർ BR അംബേദ്കർ വളരെ ശക്തമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്ന സന്ദർഭത്തിൽ 6 എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. 2 ആളുകൾ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച MN റോയിയും അബാനി മുഖർജിയും, 2 ആളുകൾ അവരുടെ ഭാര്യമാരുമായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അവിടെ നിന്ന് തുടങ്ങി നേരത്തെ MN റോയ് രൂപീകരിച്ച അനുശീലൻ സമിതി യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരാതിരിക്കുന്നതിൻ്റെ കാരണങ്ങളെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ഡോക്ടർ മുസഫ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രവുമായി എഴുതപ്പെട്ട പുസ്തകത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ MN റോയ് ജാതി അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് പകരം ഡീക്ലാസിംഗ് ചെയ്തു വന്നതാണ്. എന്ന് പറഞ്ഞാൽ വർഗരഹിത സമൂഹം എന്ന പേരിൽ വംശങ്ങളെയും വർഗങ്ങളെയും ഈ പ്രസ്ഥാനത്തിൻ്റെയും പാർട്ടിയുടെയും അകത്തേക്ക് വളരെ ബോധപൂർവമായി സന്നിവേശിപ്പിച്ചതിൻ്റെ ഫലമാണ് താഴ്ന്ന ജാതിക്കാരായ ആളുകളെ ഈ ബഹുജന അടിത്തറയിൽ ഇന്ത്യ രാജ്യത്ത് സംഘടിപ്പിക്കാൻ കഴിയാതെ പോയത് എന്ന് മുസഫർ അഹമ്മദിന്റെ നിരീക്ഷണം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിമോചനം വാഗ്ദാനം ചെയ്ത് ലോകത്തെ പിടിച്ചുലച്ച ഒരു ദർശനമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വിമോചനത്തെക്കുറിച്ചും വളരെ ഘോരമായി സംസാരിച്ച ഒരാദർശമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്ത് വിമോചനമാണ്, എന്തിൽ നിന്നുള്ള വിമോചനമാണ്, ആർക്കാണ് കമ്മ്യൂണിസം വിമോചനം നൽകിയത് എന്ന് കമ്മ്യൂണിസത്തിന്റെ തന്നെ അതുപോലെ സോഷ്യലിസത്തിന്റെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാവുന്നതാണ്. യഥാർത്ഥത്തിൽ പെരിസ്ട്രോയിക്കയിൽ ഗോർബച്ചേവ് പറയുന്ന കാര്യമുണ്ട്, ജനാധിപത്യത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം സ്വീകരിച്ച നിലപാടിനെ അദ്ദേഹം അതിൽ വിമർശന വിധേയമാക്കുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ വഴിയെ ഞങ്ങൾ നടക്കാൻ ശീലിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജനാധിപത്യത്തെ ഞങ്ങളുടെ രാജ്യത്തുണ്ടായ തകർച്ച എന്ന് പറയുന്നത് ഏകരൂപത്തിലുള്ളൊരു പുനഃസംഘാടന സിസ്റ്റം ഉണ്ടാക്കി എന്നതാണ്. ഒരൊറ്റ പാർട്ടി, ഒരൊറ്റ ആധിപത്യം, സമഗ്രാധിപത്യ പ്രവണതകൾ മാത്രം പുലർത്താൻ പറ്റുന്ന ഒരു ദർശനമായി മാറി എന്നതുകൊണ്ട് ഒരു വികസനവും ലോകത്തിന് നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ജനാധിപത്യപരമായ സംഘാടനത്തിലേക്ക് ഞങ്ങൾ മാറാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴേക്കും സോവിയറ്റ് യൂണിയന്റെ അവസ്ഥ എവിടെ എത്തിയിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന വലിയ ആഴത്തിൽ സമൂഹത്തെ സ്വാധീനിക്കാൻ ലോകത്തെ തന്നെ കടാകടിയിൽ വെല്ലുവിളിച്ചു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെ എളുപ്പം എന്തുകൊണ്ട് തകർന്നുവെന്ന് ചോദിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൗതിക പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. മതത്തോടും ആത്മീയതയോടും യുദ്ധം ചെയ്ത പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ദ റിലീജിയൻ എന്ന് പറയുന്ന സഖാവ് ലെനിന്റെ പുസ്തകമുണ്ട്. റിലീജിയനോടുള്ള മതത്തോടുള്ള കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൽ അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ മതവിദ്രോഹിയാവുക, മതവിദ്വേഷിയാവുക എന്നത് കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും അടിസ്ഥാനമാണ് എന്നാണ് പറയുന്നത്. സർവ്വമതങ്ങളോടും വിരുദ്ധമാകുക കമ്മ്യൂണിസ്റ്റ് ലെനിനിസ്റ്റ് രീതിയാണെന്ന് അദ്ദേഹത്തിന്റെ തന്നെ രചനകളിൽ നമുക്ക് കാണാൻ കഴിയാണ്. MN റോയ് തന്നെ പറയുന്നത് മതത്തെ വലിച്ചെറിയുക, എന്നാൽ മാത്രമാണ് ലോകത്തേക്ക് പടർന്നു കയറാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ
ചെയ്തുവെന്നാണ്. നിരീശ്വരത്വം കമ്മ്യൂണിസത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. സഖാവ് ലെനിൻ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, അച്യുതമേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന ഇടതുപക്ഷക്കാരനായിരുന്ന അദ്ദേഹം തന്നെ പറയുന്നത്, മതം എങ്ങനെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഇല്ലായ്മ ചെയ്യണമെന്നതിനെ കുറിച്ച് വളരെ ബോധപൂർവമായ ചില അജണ്ടകൾ ഞങ്ങൾ പഠിക്കുകയും അത് ഫലപ്രദമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നടപ്പിലാക്കുകയും ചെയ്തു വന്നതാണ്. നിങ്ങൾ 4 കാര്യങ്ങൾ ഞങ്ങൾ അതിനു വേണ്ടി സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ. ഒന്ന്, മതം രാജ്യത്തിന് ഒരിക്കലും പരിപാലിക്കാൻ പാടില്ല എന്ന സിദ്ധാന്തമാണ്. മതത്തിന്റെ നന്മകളോ മതത്തിന്റെ ഗുണങ്ങളോ മതത്തിന്റെ പോരാട്ട ശക്തിയോ മതത്തിന്റെ വിമോചന ശക്തിയോ രാജ്യത്തിനൊരിക്കലും രാജ്യത്ത് നിലനിർത്താൻ പാടില്ല എന്ന ഒരാശയം ഒന്നാമതായി പ്രചരിപ്പിക്കുക എന്നതാണ്. രണ്ടാമത്തത്, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സേവനപരമായ തൽപരതകൾ ഉണ്ടാവും. സമുദായ സേവന തൽപരത അത് ഇല്ലായ്മ ചെയ്യുക എന്നാണ്. അങ്ങനെ സമുദായങ്ങൾക്കും മതങ്ങൾക്കും സ്ഥാപനങ്ങൾ അനുവദിക്കാതിരിക്കുക, അതുപോലെ തന്നെ സേവന സംസ്കാരം വ്യാപിക്കാൻ ഇടവരുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും തകർക്കുക എന്നതാണ് രണ്ടാമതായി ഞങ്ങൾ സ്വീകരിച്ച വഴി. മൂന്നാമതായി സ്വീകരിച്ചത് മതവിരോധ പ്രചാരവേല നിയമപരമാക്കുക എന്നതാണ്. മതപ്രചാരവേല നിയമവിധേയമാക്കുക എന്നതാണ് ഞങ്ങൾ സ്വീകരിച്ച മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത്. നാലാമത്തത്, മതഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള പെർമിഷൻ. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൽ എല്ലാം കുത്തകയാണ്, എല്ലാം സമഗ്രാധിപത്യമാണ്, എല്ലാം കേന്ദ്രീകരിച്ച ഒരു വ്യവസ്ഥയാണ്. എന്ത് വായിക്കണം, എന്ത് പറയണം, എന്ത് കുടിക്കണം, എന്ത് തിന്നണം എന്നൊക്കെ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ നിറം പകർന്നാടുന്ന ഇന്നത്തെ ആധുനിക ഇടതുലിബറുകൾ സത്യസന്ധമായി ചരിത്രത്തെ പഠിക്കുകയാണെങ്കിൽ സഖാവ് സ്റ്റാലിനും ലെനിനും മാവോ സേതുങ്ങും ഒക്കെ ഭരിച്ച അവിടുത്തെ ആ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് പൂത്തുലഞ്ഞു പോയ ആ രാജ്യങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കേണ്ടതാണ്. സഖാവ് കൃഷ്ണയ്യർ തന്നെ പറയുന്നത്, അദ്ദേഹം മോസ്കോ സന്ദർശിച്ച്, അദ്ദേഹം കൃഷ്ണയ്യർ ഇടതുപെട്ട സഹയാത്രികനാണ്, അദ്ദേഹം മോസ്കോ സന്ദർശിച്ച് രേഖപ്പെടുത്തിയ ഡയറി കുറിപ്പുകൾ അദ്ദേഹം പറയുന്നത് സഖാവ് സ്റ്റാലിന്റെ ഒരു കഥയാണ്. ആ കഥയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഹുക്ക കാണാനില്ലാതാവുകയും അത് അന്വേഷിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥനെ ഏർപ്പാടാക്കുകയും ചെയ്തു എന്നാണ്. ഉടനത് കണ്ടുപിടിച്ചു കൊണ്ടുവരണം എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റാലിന്റെ ഹുക്ക തെരഞ്ഞു പോവുകയാണ്. പക്ഷേ സ്റ്റാലിന്റെ പോക്കറ്റിൽ തന്നെ ഹുക്ക ഉണ്ടായിരുന്നു. അദ്ദേഹം അത് കണ്ടെത്തി വീണ്ടെടുത്തു വന്നാണ്. അപ്പൊ അദ്ദേഹം ഉദ്യോഗസ്ഥനെ വിളിച്ചു പറഞ്ഞു, അന്വേഷണം അവസാനിപ്പിക്കണം, ഹുക്ക തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഉദ്യോഗസ്ഥൻ അതിന് കൊടുത്ത ഓഫീസർക്ക് അതിന് കൊടുത്ത മറുപടി, ഇതിനകം 4 പേരെ ഞാൻ പിടിക്കുകയും ചോദ്യം ചെയ്യുകയും അവർ കുറ്റം സമ്മതിക്കുകയും 4 പേരെ ഞാൻ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയന്റെ ജനാധിപത്യം എന്ന് പറയുന്നത്. ഈ ജനാധിപത്യ സംസ്കാരത്തെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഏറ്റവും കുറഞ്ഞ കണക്കനുസരിച്ച് 9.5 കോടി മനുഷ്യരുടെ കബന്ധങ്ങൾക്ക് മീതെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം വിമോചനം ഉറപ്പുവരുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ടും വിമോചനം ഉണ്ടായോ? ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനേകം മനുഷ്യർ ഞങ്ങൾക്ക് ലക്ഷ്യം മാത്രമാണ് പരിശുദ്ധം, മാർഗം പരിശുദ്ധമല്ല എന്നാണ് അവർ പറയുന്നത്. ഏത് വിധേനയും വിപ്ലവം സാധ്യമാക്കുക എന്നാണ്. എന്നിട്ട് ആരുടെ വിപ്ലവമാണ് സാധിച്ചത്? സഖാവ് ഗോർബച്ചേവ് തന്നെ പറയുന്നത്, ഞങ്ങളുടെ റേഷൻ കടയിൽ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടു. ഒരു നേരത്തെ അരിക്ക് വേണ്ടി സോവിയറ്റ് യൂണിയനിലെ പല പ്രദേശങ്ങളിലെയും റേഷൻ ഷാപ്പുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ്. ക്യൂ നിന്നും എടുത്ത ചെറുപ്പക്കാർ സഖാവ് ഗോർബച്ചേവിനെ വെടിവെച്ചു കൊന്നിട്ട് ഞങ്ങൾ ഈ വരിയിലേക്ക് തിരിച്ചു വരൂ എന്ന് പ്രതിജ്ഞയെടുത്ത് സഖാവ് ഗോർബച്ചേവിന്റെ വീട്ടിലേക്ക് പോയി എന്നാണ്. അവിടെ എത്തി നോക്കുമ്പോൾ ഗോർബച്ചേവിന്റെ വീട്ടിൽ ഈ റേഷൻ കടയേക്കാൾ വലിയ ക്യൂ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാനുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇത്രത്തോളം പട്ടിണിയുള്ള രാജ്യത്തെയാണ് മധുരമനോഹര സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. എല്ലാ ഡോറുകളും തുറന്നു വെച്ചു. ഞങ്ങളുടെ നാട്ടിൽ കള്ളന്മാരുണ്ടായിരുന്നില്ല, സ്വത്ത് മുഴുവൻ രാജ്യത്തിനാണ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ വീട്ടിലൊന്നും കക്കാനുണ്ടായിരുന്നില്ല എന്നാണ്. അനേകം സ്ത്രീകളുടെ ശരീരം വിറ്റ് രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കേണ്ട ഗതികേടിലേക്ക് പിൽക്കാലത്ത് റഷ്യ എന്ന് പറയുന്ന സംവിധാനത്തെയും റഷ്യയോട് കൂടെ ചേർന്ന ഒരു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന സംവിധാനത്തിൽ ലയിച്ച രാഷ്ട്രങ്ങളെയും എത്തിച്ചതാണ് അവസാനം കമ്മ്യൂണിസം സാധ്യമാക്കിയ വിമോചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അടിച്ചമർത്തപ്പെട്ട മർദ്ദിതരായ ജനവിഭാഗങ്ങളുടെ വിമോചനത്തെക്കുറിച്ച് വാഗ്ദാനം ചെയ്ത് ഏതോ ഒരു ഫാക്ടറിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ ഫാക്ടറിയിലെ തൊഴിലാളികളുടെയും തൊഴിലാളി വർഗത്തിൻ്റെയും അവസ്ഥകളെ നിരീക്ഷിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ തൊഴിലാളികളുടെയും അടിസ്ഥാന ഘടന ഇതാണെന്ന് പറയുന്നിടത്താണ് കാറൽ മാർക്സിന് പറ്റിയ ആദ്യത്തെ അബദ്ധം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലേക്ക് എത്തി നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ തൊഴിൽ വർഗത്തും തൊഴിൽ സംവിധാനവുമല്ല, അടിമുടി ജാതി അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് വർഗാടിസ്ഥാനത്തിൽ ജനങ്ങളെ സംഘടിപ്പിക്കുക എന്നതിൻ്റെ കൺഫ്യൂഷൻ മൂത്തിട്ടാണ് യഥാർത്ഥത്തിൽ സഖാവ് എം.വി. ഗോവിന്ദൻ
പറയുന്നത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമൊന്നും ഇവിടെ പറയാൻ പാടില്ല എന്നാണ്. പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങളെ മനോഹരമായി സൗന്ദര്യാത്മകമായി സമന്വയിപ്പിച്ച് ലോകത്തിന്റെ സൗന്ദര്യം നിലനിർത്താൻ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്ത ഈ വൈവിധ്യങ്ങളെ വൈരുദ്ധ്യങ്ങളാക്കി ചേർത്തുവെന്നാണ്, വൈരുദ്ധ്യങ്ങളാക്കി ചിത്രീകരിക്കുകയും ആ വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ രൂപപ്പെടുന്ന സമവായങ്ങളെ ലോകക്രമത്തിന്റെ അടിസ്ഥാനമായി നിശ്ചയിക്കുകയും ചെയ്ത ശുദ്ധ ഭൗതിക പ്രത്യയശാസ്ത്രം മനുഷ്യന്റെ ആത്മാവിനും മനുഷ്യന്റെ മനസ്സിനും മനുഷ്യന്റെ ഫീലിങ്സിനും മനുഷ്യന്റെ ഇമോഷനും ഒരു തരിമ്പും വില കൽപ്പിക്കാത്ത ഒന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്നാളുകൾ ഇങ്ങനെ പുളകിതരാവുകയാണ്. കമ്മ്യൂണിസം തിരിച്ചു വരുന്നു എന്നാണ് അവർ പറയുന്നത്. ഏതുപോലെ മുമ്പൊരു സ്ഥാനാർത്ഥി സ്വതന്ത്രമായി എല്ലാ മത്സരത്തിലും മത്സരിക്കുന്ന സ്വതന്ത്രനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അദ്ദേഹം തന്റെ ഇലക്ഷൻ പ്രചാരണം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമാ തിയേറ്റർ വിട്ടുവരുമ്പോൾ ആ തിയേറ്ററിൽ വിട്ടുവരുന്ന ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങളുടെ അകമ്പടിയോടുകൂടി ഇതാ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി വരുന്നു എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയാണ്. കമ്മ്യൂണിസം തിരിച്ചു വരുന്നു എന്ന് പറയുന്നവരുടെ അവസ്ഥ യഥാർത്ഥത്തിൽ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച വിമോചനം ഒട്ടും ലോകത്തിന് ഫിറ്റല്ലെന്ന് ലോകത്തിന്റെ നിലനിൽപ്പിൽ തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തിയ ഒരു ആദർശമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വിമോചനം യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ജനത ഈ കമ്മ്യൂണിസത്തെ സ്വീകരിച്ചിട്ടുണ്ടോ? ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ ആദ്യത്തെ നിമിഷത്തിൽ തന്നെ പുറങ്കാല് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ തട്ടിത്തെറിപ്പിച്ചു. ആഫ്രിക്കയിലെ ജനത എന്ന് പറയുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ വിമോചനം എന്ന് പറയുന്നത് ഉമയ്യത്തിന്റെ കാലിത്തൊഴുത്തിൽ കാലികൾക്ക് കൊടുക്കുന്ന കാടിയിൽ കൈയിട്ട് കിട്ടുന്ന അത്താഴമായി ഭക്ഷിച്ചിരുന്ന ഉമയ്യത്തിന്റെ കാലിത്തൊഴുത്തിൽ അന്തിയുറങ്ങിയിരുന്ന അല്പം വസ്ത്രം മാത്രം ധരിച്ച് വിയർപ്പിന്റെ ഗന്ധവും പേറി മനുഷ്യനാണോ എന്നതുപോലും സംശയിച്ച് ജീവിച്ചിരുന്ന എത്യോപ്യൻ അടിമ ബിലാൽ ഇബ്നു റബാഹിനെ കഅബയുടെ മുകളിലേക്ക് കയറ്റിയ ഒരു വിമോചന പ്രത്യയശാസ്ത്രത്തെയാണ് ആഫ്രിക്ക രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതെന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. ഈ വിമോചനം എന്ന് പറയുന്നത് കാപ്പട്യമാണ് എന്നല്ല. യഥാർത്ഥത്തിൽ ഇന്ന് കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് സംഘടിപ്പിക്കുന്നതിന്റെ പുനഃസംഘാടനം പെരിസ്ട്രോയിക്കയായി ആ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ള ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങളെയാണ്, ഇസ്ലാമോഫോബിക്കായ പ്രചാരണങ്ങളെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. മുസ്ലിം സമൂഹത്തിന് ആവശ്യമുള്ളത് എന്താണോ അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അവസാനം മുസ്ലിം രാജ്യങ്ങളിലേക്ക് നരനായാട്ട് നടത്തിയ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ മുസ്ഹഫ് നമുക്കറിയാം. അതിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ തുർക്കുമാനിസ്ഥാനിലാണ് ആ മുസ്ഹഫിന്റെ പഴയ കോപ്പി ഉണ്ടായിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ സൈന്യം ഇരച്ചു കയറി തുർക്കുമാനിസ്ഥാനിലെ ഏറ്റവും പുരാതന മുസ്ഹഫിന്റെ കോപ്പി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ രക്തസാക്ഷിയാവുമ്പോൾ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആനിന്റെ കോപ്പി, അത് നശിപ്പിക്കാൻ സോവിയറ്റ് യൂണിയൻ ഇരച്ചു വന്നപ്പോൾ തുർക്കുമാനിസ്ഥാന്റെ തന്നെ കമാൻഡറായിരുന്ന ജനറൽ അലി അക്ബർ പാഷ ആ മുസ്ഹഫിന്റെ കോപ്പി എടുത്ത് ട്രെയിൻ ഒറ്റക്ക് ഓടിച്ച് തഷ്കണ്ടിലേക്ക് നാടുകടത്തി. ഇന്നും ആ മുസ്ഹഫിന്റെ കോപ്പി ഉസ്ബെക്കിസ്ഥാനിലെ തഷ്കണ്ടിൽ നിലനിർത്തിയത് തുർക്കുമാനിസ്ഥാനിലെ മതബോധമുള്ള ഒരു സൈനിക കമാൻഡറുടെ ഉത്തരവാദിത്ത ബോധമാണ്. അല്ലാതെ മുസ്ഹഫ് തിരിച്ചു വരാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളാണ്. ആരെങ്കിലും നിങ്ങൾക്ക് മുസ്ഹഫ് കിട്ടും, ഖുർആനിന്റെ കോപ്പി തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഇതിൽ മെമ്പർഷിപ്പും അംഗങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഖുർആനും നിങ്ങളുടെ കയ്യിലുള്ള വിശ്വാസം അവരുടെ പാർട്ടി ഓഫീസിൽ പണയം വെക്കേണ്ട കാലം അതിവിദൂരമല്ല എന്ന് തെളിയിക്കുന്നതാണ് ബോൾഷെവിക് റവല്യൂഷന്റെ ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിച്ചു നോക്കേണ്ട ഇന്ത്യയിലെ സംഘപരിവാർ, ഈ സംഘപരിവാറിനെ എതിർക്കുന്നതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിന് നിർണായകമായ പങ്കുണ്ട്. പക്ഷേ ഇന്ന് സംഘപരിവാറിനോട് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വിവാദങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ. യഥാർത്ഥത്തിൽ ഓരോ വിവാദങ്ങളും നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അബ്ദുൽ നാസർ മഅ്ദനിയുടെ തടവറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുപോലെ തന്നെ ഭീമാപ്പള്ളി വെടിവെപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുപോലെ പച്ച ബ്ലൗസും പച്ച ബോട്ടും സംബന്ധിച്ച വിവാദങ്ങൾ, അതുപോലെ തന്നെ നമുക്കറിയാം മുസ്ലിം മതസംഘടനകളുടെ പുസ്തകശാലകൾ റെയ്ഡ് നടത്തുകയും അവരുടെ ലൈബ്രറികളിൽ നിന്ന് പുസ്തകം കണ്ടെത്തി വിവാദവും ഭീതിയും ഉൽപ്പാദിപ്പിച്ച സംഭവങ്ങൾ, അതുപോലെ ഫൈസൽ കൊടിഞ്ഞിയും റിയാസ് മൗലവിയുടെയും രക്തസാക്ഷിത്വത്തിൽ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച സമീപനങ്ങൾ, അതുപോലെ തന്നെ ലവ് ജിഹാദ് മുതൽ മാർക്ക് ജിഹാദ് മുതൽ നാർക്കോട്ടിക് ജിഹാദ് മുതൽ തുടങ്ങിയ എല്ലാ ജിഹാദിന്റെ പദാവലികളെയും അത്യന്തം വഷളായ സാമുദായിക ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സാമുദായിക ധ്രുവീകരണത്തെ രണ്ട് കൈയും കെട്ടിച്ച് ചേർത്ത് പിടിച്ച് തടുക്കേണ്ടവർ യഥാർത്ഥത്തിൽ ആ പ്രസ്താവനകൾ നടത്തിയ ആളുകളുടെ അരമനയിൽ പോയി അദ്ദേഹം മഹാപണ്ഡിതനാണ് എന്ന് പറയുന്നിടത്തേക്ക് എത്തിയ ഗതികേടിലാണ് കേരളത്തിൽ ഇടതുപക്ഷം നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ഹലാൽ ഫുഡുമായി നടക്കുന്ന വിവാദങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഭരണകൂടം
ഗ്യാലറിയിലാണ്, കാഴ്ചക്കാരാണ്. അതുപോലെ സമുദായ ധ്രുവീകരണം നടത്തുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കേണ്ട ഭരണകൂടം ഇതുവരെ അതിനെതിരെ സംസാരിച്ചിട്ടില്ല. വളരെ ഖേദകരമാണ്, സങ്കടകരമാണ്. 2-3 സമൂഹങ്ങൾ ഇങ്ങനെ മനസ്സുകൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. അനുദിനം നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത വിധത്തിൽ അകറ്റുന്ന വിവാദങ്ങൾ അത്യന്തം വഷളായ രീതിയിൽ കേരളത്തിൽ നടക്കുമ്പോൾ ഗ്യാലറിയിൽ നിന്ന് ഈ ധ്രുവീകരണത്തിന്റെ റിസൾട്ട് തങ്ങൾക്ക് കിട്ടണമെന്ന് മോഹത്തുകൊണ്ട് നടക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ത്രിപുരയും ബംഗാളും നമ്മുടെ മുന്നിൽ സാക്ഷിയാണ്. ത്രിപുരയിൽ പാർട്ടിയുടെ ആധിപത്യം നഷ്ടപ്പെട്ട് ആ പാർട്ടി ഓഫീസിൽ യഥാർത്ഥത്തിൽ ചെങ്കൊടി മാറ്റി താമരക്കൊടി വിരിയിക്കാൻ 24 മണിക്കൂറും തികച്ചു വേണ്ടില്ല എന്നത് ചരിത്രം നമുക്ക് നൽകുന്ന പാഠമാണ്. അതുകൊണ്ട് ഇതിന്റെ ഗുണപാഠമേൽക്കുന്നത് ഏത് വിവാദത്തിലൂടെയും, സമുദായ ധ്രുവീകരണ വിവാദത്തിലൂടെയും, ഇസ്ലാമോഫോബിയയുടെ പ്രചാരണത്തിലൂടെയും യഥാർത്ഥത്തിൽ ലഭ്യമാകുന്ന തങ്ങൾക്കാണ് നേട്ടമെന്ന് വിചാരിക്കുന്നത്. സത്യസന്ധമായ രാഷ്ട്രീയ ചരിത്രം പഠിച്ചു നോക്കിയാൽ മൗഢ്യ വിചാരമാണ്, നമുക്കറിയാവുന്നതാണ്. അതുപോലെ ജനകീയ സമരങ്ങളുടെ മുൻപന്തിയിൽ മുമ്പ് ചെങ്കൊടികൾ കണ്ടിരുന്ന കാലമുണ്ടായിരുന്നു. അങ്ങനെ ആ ചെങ്കൊടികൾക്ക് ആവേശം പകർന്ന് പാട്ടുപാടി ആവേശഭരിതരാക്കിയ സഖാക്കളുടെ ചരിത്രം നമുക്ക് പറയാനുണ്ടായിരുന്നു. കേരളത്തിൽ സമീപകാലത്ത് നടന്ന ജനകീയ സമരങ്ങളുടെ ചരിത്രമെടുത്ത് നിങ്ങളൊന്ന് പരിധി നോക്കുക. ജനകീയ സമരങ്ങളെ ഒറ്റുകൊടുത്ത ഭാഗത്താണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിലയുറപ്പിച്ചെന്ന് മാത്രമല്ല, ജനകീയ സമരങ്ങളിൽ പങ്കാളികളായവരെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും മുദ്രകുത്തിയത് ജനകീയ സമരങ്ങളിലൂടെ ഈ പ്രസ്ഥാനത്തെ ഈ നാട്ടിൽ അടിത്തറയിട്ട് വളർത്തിക്കൊണ്ടുവന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ ജനകീയ സമരങ്ങളെ ഒറ്റുകൊടുത്ത് നമുക്കറിയാവുന്നതാണ്. ഇന്ന് വർഗീയ ധ്രുവീകരണം നടത്തുന്ന ആളുകൾ, വിഷലിപ്തമായ പരമത വിദ്വേഷങ്ങൾ നിരന്തരം വിസർജിക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗമായി കേരളത്തിലെ പോലീസ് സംവിധാനത്തെ പോലും മാറ്റിയെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ ഫേക്ക് ഐഡികൾക്ക് കാവൽ നിൽക്കുന്ന ഒരു ഫേക്ക് ഐഡിയയായി കമ്മ്യൂണിസം ഈ കേരളത്തിൽ മാറിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾക്ക് ഈ സമീപകാലത്ത് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥം നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. വിമോചനം ആർക്ക് നേടിക്കൊടുത്തെന്ന് ചോദിക്കേണ്ടതാണ്. സയ്യിദ് അബുൽ അഅ്ല മൗദൂദി നേരത്തെ ഇത് പ്രവചിച്ചതാണ്. മോസ്കോയുടെ തെരുവിൽ ഗതി കിട്ടാതെ കമ്മ്യൂണിസം അലയുന്ന ഒരു കാലം വരും. വാഷിംഗ്ടൺ സിറ്റിയിലും ന്യൂയോർക്ക് സിറ്റിയിലും പ്രേതബാധയേറ്റ മുതലാളിത്തത്തെ നിങ്ങൾ കാണേണ്ടി വരും. അതുപോലെ തന്നെ പ്രവചന സമാനമായ ഈ സംസാരമുണ്ടല്ലോ, അത് ലോകത്ത് പുലർന്ന് നമ്മൾ കണ്ടതാണ്. സാമ്പത്തിക വിപത്തയിൽ മുതലാളിത്ത സാമ്പത്തിക വിപത്ത് സ്വീകരിച്ച അമേരിക്ക ഇന്ന് ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യുന്ന പേപ്പറുകൾ ഏത് വിഷയത്തിലാണ്? ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ചാണ്. 5000 പേപ്പറുകളും ജേണലുകളും ഇന്ന് അമേരിക്ക പ്രതിവർഷം പുറത്തിറക്കുന്നത് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ചും ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ചുമാണ്. ഏറ്റവും കൂടുതൽ ലോകത്ത് ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് സെമിനാർ നടത്തുന്നത് ഇന്ന് UK ആണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. മുതലാളിത്തം ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ചും ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചും ഗവേഷണം നടത്തുമ്പോൾ മുതലാളിത്തത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കുകയാണ്. മുതലാളിത്തം ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ചൂഷണം ചെയ്യുന്ന രാജ്യം ചൈനയായി മാറിയിരിക്കുകയാണ്. തൊഴിലാളി വർഗത്തിന്റെ സുഖലോലുപമായ ഒരു ജീവിതത്തെ സ്വപ്നം കണ്ട് പടുത്തുയർത്തപ്പെട്ട ചൈന ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉയ്ഗൂർ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ചൈനയുടെ വിവാദം നമുക്കറിയാവുന്നതാണ്. 3 ഉയ്ഗൂർ പ്രദേശങ്ങളിലെ പള്ളിയാണ് ചൈന കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ തകർത്തതെന്ന് മാത്രമല്ല, ആ പള്ളി തകർത്തെടുത്ത് പബ്ലിക് ടോയ്ലറ്റുകൾ ചൈനീസ് സർക്കാർ നിർമ്മിക്കുകയും പാർട്ടി അനുസരിക്കൂ എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന മുദ്രാവാക്യം ടോയ്ലറ്റിന്റെ മുകളിൽ എഴുതി വെക്കുകയും ചെയ്ത സാമ്രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇന്ന് ലോകത്ത് നടക്കുന്നത് ചൈനയിലാണ്. പേര് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ക്യാമ്പ് എന്നാണ്. ട്രെയിനിങ് കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ 24 മണിക്കൂറിൽ 10-20 മിനിറ്റ് മാത്രം എഴുന്നേൽക്കാൻ സൗകര്യമുള്ള ചെയറിൽ ബന്ധിച്ചിരിക്കുന്ന 100 കണക്കിന് ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ ചരിത്രം. ഉയ്ഗൂറിൽ പല ആളുകളും മൈഗ്രേറ്റ് ചെയ്ത ആളുകൾ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ കഥ നമുക്ക് പറഞ്ഞു തരികയാണ്. യഥാർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് പാർട്ടി രേഖ പുറത്തിറക്കിയിരിക്കുകയാണ്. സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും വായിക്കാനുള്ള രേഖകൾ എന്ന് പറയുന്നത് നമ്മൾ എടുത്ത് വായിച്ചു നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകുന്നതാണ്. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ഇത്തരം രേഖ എങ്ങനെയാണ് പുറത്തിറക്കുക എന്നാണ്. എന്നിട്ടൊരു ആത്മവിമർശനം അതിൽ അവർ
പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ആത്മവിമർശനം എന്താണ്? പാർട്ടി പ്രവർത്തകരിൽ ന്യൂനപക്ഷ വിരുദ്ധ വികാരം ശക്തിപ്പെടുന്നുവെന്നാണ് ആ പ്രചാരണം എന്ന് പറയുന്നത്. എങ്ങനെ ശക്തിപ്പെടാതിരിക്കാനാണ്? എല്ലാ വിവാദങ്ങളിലും യഥാർത്ഥത്തിൽ സാക്ഷാൽ യോഗി ആദിത്യനാഥ് ലവ് ജിഹാദ് കേസിൽ കോട്ട് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് തന്നെ ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങളുടെ മുന്നണി പോരാളികളായ RSSന്റെ ഗ്ലോബൽ സൈദ്ധാന്തികർ ഏറ്റവും കൂടുതൽ അവരുടെ പരീക്ഷണശാലയായി മനസ്സിലാക്കുന്നത് ഇന്ന് കമ്മ്യൂണിസത്തിന് ആകെ ഒരു പച്ചത്തുരുത്തായി അവർ മനസ്സിലാക്കുന്ന യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയാണ്. അതുകൊണ്ട് ഇന്ന് സംഘപരിവാറിന്റെ ആലയിലേക്ക് സ്വന്തം അനുയായികളെ കെട്ടിക്കൊടുക്കുന്ന ഒരു ബ്രോക്കറേജ് തൊഴിലാളി പ്രസ്ഥാനമായി കമ്മ്യൂണിസം മാറിയിരിക്കുന്നു, അധപതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ആത്മവിമർശനത്തിന് തയ്യാറാവേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് സംഘപരിവാർ കൊത്താൻ ഭാഗത്തിൽ പത്തി വിടർത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അതിൻ്റെ കൈക്ക് പിടിക്കാൻ സാധ്യമാവുന്ന മുഴുവൻ സംവിധാനങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് നടത്തേണ്ട ബഹുജന മുന്നേറ്റത്തിൽ തങ്ങളുടെ പങ്ക് അടയാളപ്പെടുത്തേണ്ടതിന് പകരം തങ്ങൾ ഇങ്ങനെ മുന്നേറ്റം നടത്തുന്ന ഓരോരുത്തരുടെയും കർത്തൃത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുകയും തങ്ങൾക്കൊന്നും അതിന് അധികാരമില്ല, നിങ്ങൾക്കൊന്നും അതിന് അധികാരമില്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന തിരക്കാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സംഘപരിവാർ വിരുദ്ധ പ്രക്ഷോഭത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ വിവാദങ്ങളിലെയും ബലീബസമായ സാമുദായിക ധ്രുവീകരണം നടക്കുന്ന സമയത്ത് മതനിരപേക്ഷ സംസ്കാരത്തെയും മതേതര പാരമ്പര്യത്തെയും ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അഭിമാനിക്കുന്നവർ യഥാർത്ഥത്തിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിന് പകരം തങ്ങൾ നേരത്തെ ഭരണത്തുടർച്ചയ്ക്ക് വേണ്ടി നടത്തിയ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഗുണഭോക്താക്കളാകാൻ വേണ്ടി നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു തിരക്കിൽ കേരളത്തിലെ സാമുദായിക അന്തരീക്ഷം തകർന്നോട്ടെ എന്നൊരു മൗനാനുവാദമുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഭരണകൂടത്തിന്റെ നിലപാടുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാലഹരണപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ്. ആർക്കും അതിലോ പ്രതീക്ഷയുമില്ല. നേരത്തെ തിയേറ്റർ വിട്ടു വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് മനുഷ്യർ ചെങ്കൊടി എന്തി വരുന്നു എന്ന് പകൽ കിനാവ് കാണാനല്ലാതെ ലോകത്ത് ചെങ്കൊടി കൊണ്ടിനൊരു വിപ്ലവം ഉണ്ടാവുകയില്ല. യഥാർത്ഥത്തിൽ മോസ്കോയിൽ സ്വാതന്ത്ര്യം തരാം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, നിങ്ങൾക്ക് ഭക്ഷണം തരാം, പാർപ്പിടം തരാം, റൊട്ടി തരാം, ഭക്ഷണം തരാം, പാർപ്പിടം തരാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് സമരം ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അധികാരത്തിന്റെ സോപാനത്തിലേക്ക് ഞങ്ങളുടെ വിമോചന ക്രിയാശേഷിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഞങ്ങൾക്ക് ഒടുവിൽ ഭക്ഷണം തന്നില്ല, പാർപ്പിടം തന്നില്ല എന്ന് മാത്രമല്ല, ഭക്ഷണം തരൂ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഞങ്ങൾക്ക് വകവെച്ചു തന്നില്ല. ടിയാൻമെൻ സ്ക്വയർ പ്രക്ഷോഭത്തെ നമുക്കറിയാവുന്നതാണ്. അതിന്റെ അടിസ്ഥാനം ഇതാണ്. അനേകം വിദ്യാർത്ഥികളുടെ രക്തസാക്ഷിത്വത്തിന് യഥാർത്ഥത്തിൽ രക്തസാക്ഷിത്വത്തിന് ഹേതുവായ പോരാട്ടം എന്ന് പറയുന്നത് ഒടുവിൽ അവർക്ക് തന്നെ തകർക്കേണ്ടി വന്നു. സഖാവ് ലെനിന്റെ പ്രതിമയും സഖാവ് സ്റ്റാലിന്റെ പ്രതിമയും തകർക്കേണ്ടി വന്നു. അങ്ങനെ തകർത്തപ്പം മോസ്കോയിൽ സഖാവ് ലെനിന്റെ പ്രതിമ തച്ചുടച്ച് സ്വാതന്ത്ര്യം സിന്ദാബാദ് എന്ന് മോസ്കോയുടെ നടുത്തളത്തിലിറങ്ങി ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിച്ചപ്പോ അരുതെന്ന് പറയാൻ കമ്മ്യൂണിസത്തിന്റെ നടുത്തളമായ മോസ്കോയിൽ ഒരു കുട്ടി പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഭേദബാധയേറ്റ ഒരു പ്രത്യയശാസ്ത്രത്തെ നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. എന്തെങ്കിലും അർത്ഥത്തിൽ ഒരു ക്രിയാശേഷി അതിനുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തേണ്ട അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റിലാണ്, അവസാനത്തെ പോയിന്റിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നിൽക്കുന്നത്. സംഘപരിവാറിനെതിരെ പൊരുതണമെങ്കിൽ ലോകത്തെ കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ അടക്കി വാടുന്ന സമഗ്രാധിപത്യത്തിനെതിരെയും മുതലാളിത്ത ദണ്ഡകൾക്കെതിരെയും ശബ്ദിക്കണമെങ്കിൽ ഒരിക്കൽ കൂടി മനസ്സറിഞ്ഞ് ഇൻകുലാബ് വിളിക്കാൻ നിങ്ങൾക്ക് സന്നദ്ധമാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ കൂടെയും അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ കൂടെയും നിൽക്കാൻ ആത്മാർത്ഥമായി സന്നദ്ധമാവണം. അതിനു പകരം അനേകം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ബില്ലിൽ ഒപ്പിടുന്ന ഒരു ദല്ലാളുമാരായി യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ ബി ടീമായി മത്സരിക്കാൻ തുനിയുന്ന ഒരു പ്രവണത നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്. അവസാനിപ്പിച്ചില്ല എങ്കിൽ കേരളത്തിലും ഇനി കമ്മ്യൂണിസം ഉണ്ടാകും. റെയിൽവേ സിഗ്നൽ അത് ഗാർഡ് ഉയർത്തുന്ന ഒരു ചുവപ്പ് കൊടി മാത്രമായി ഈ പ്രത്യയശാസ്ത്രം അവശേഷിക്കും. അതിനിടവരുത്താതിരിക്കാൻ ക്രിയാശേഷിയുള്ള അതുപോലെ തന്നെ വിമോചനം പുലരുന്ന ഒരു മുദ്രാവാക്യം പുലർത്തുന്ന മുഴുവൻ സംവിധാനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു സമരത്തിന് പകരം സംഘപരിവാറിന്റെ ഇസ്ലാമോഫോബിയ പ്രചരണങ്ങളെ കടമെടുത്തുകൊണ്ട് ജനാധിപത്യത്തെ എല്ലായിടങ്ങളിലും തച്ചു തകർത്തുകൊണ്ട്
ക്യാമ്പസുകളിൽ പോലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ക്യാമ്പസുകളിൽ പോലും സ്വാതന്ത്ര്യമില്ല. മടപ്പള്ളിയും മഹാരാജാസും കേരളവർമ്മയും അടക്കമുള്ള അനേകം ക്യാമ്പസുകൾ നമുക്കറിയാം. ഏക പാർട്ടി നരകങ്ങളായി മാത്രം സംവിധാനിച്ച ക്യാമ്പസുകളാണ്. അവിടെ ഒരാൾ മുദ്രാവാക്യം വിളിച്ചാൽ, മറു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ചാൽ അവനെ അടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന, അല്ലെങ്കിൽ അവനെ മർദ്ദിച്ചുകൊണ്ട് അത്യന്തം ക്രൂരമായ രീതിയിൽ ആ സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്നവരാണ് ഈ പാർട്ടിയുടെ ഭാവിയിലെ കൊടി പിടിക്കുന്നെങ്കിൽ ജനാധിപത്യത്വ ബോധത്തെ ഏറ്റവും ആഴത്തിൽ സ്പർശിക്കാൻ ഇനിയും ഒരവസരം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സംഘപരിവാർ എന്ന് പറയുന്ന വിഷലിപ്തമായ പ്രത്യയശാസ്ത്രം ഈ രാജ്യത്ത് അപ്പാടും വിഴുങ്ങുന്ന സമയത്ത് തങ്ങൾ മാത്രം അതിൽ നിന്ന് സുരക്ഷിതമാണ്. എത്ര ഇസ്ലാമോഫോബിയ പ്രസംഗിച്ചാലും, എത്ര ഇസ്ലാമോഫിരുദ്ധയുടെ പ്രചാരണത്തിന്റെ ഗുണഭോക്താക്കളാണ് ഞങ്ങളുമെന്ന് നടിച്ചാലും, മത്സരിച്ചാലും നിങ്ങൾ മാത്രം ബാക്കിയാവുന്ന ഒരു ലോകം സംഘപരിവാറിന്റെ നിഘണ്ടുവിലില്ല എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ മതവിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങളെ, മതവിരുദ്ധ പ്രത്യയശാസ്ത്രത്തിന്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട്, ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മതവിരുദ്ധത കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാര ലൈംഗികത കേരളത്തിന്റെ ക്യാമ്പസിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ ഇടതുപക്ഷ ലിബറലുകൾ ഈ ചർച്ചകൾ കേരളത്തിൽ ഉയർത്താറുണ്ട്. പക്ഷെ അത് പാർട്ടിയുടെ പേരിലായിരിക്കില്ല, ആളുകളായിരിക്കും. പക്ഷെ ഇന്ന് ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും പേരിൽ കേരളത്തിലെ ക്യാമ്പസുകളിലും തെരുവിലും നടത്തുന്ന പല ചർച്ചകളും നാലാള് കൂടുന്ന സദസ്സിൽ ഉറക്കെ പറയാൻ പറ്റാത്ത ടൈറ്റിലുകളാണ്. കേരളവർമ്മയിലെയും അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമൊക്കെ അവർ നടത്തിയ ചർച്ചയുടെ ഹെഡിങ്ങും തലക്കെട്ടും വിഷയവും എന്താണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഉദാര ലൈംഗികതയും സവർഗ ലൈംഗികതയും യഥാർത്ഥത്തിൽ ഒട്ടിയിറക്കിക്കൊണ്ട്, അതുപോലെ തന്നെ ആ ഉദാര ഫെമിനിസ്റ്റ് വാദങ്ങളെയും കേരളത്തിന്റെ പൊതുവിടങ്ങളിലേക്കും ക്യാമ്പസുകളിലേക്കും എഴുന്നള്ളിക്കുന്നതിൽ ഇന്ന് യഥാർത്ഥത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഇടതുപക്ഷം പോരാട്ട ശേഷി ഒഴിവാക്കി അത് കീഴടങ്ങി അവസാനത്തെ അസ്ത്രവും താഴെ വെച്ച് പിൻവാങ്ങിയത് മാത്രമല്ല, മുതലാളിത്തത്തിന്റെ ശുദ്ധ മുതലാളിത്തത്തിന്റെ പ്രചാരകരായി കേരളത്തിന്റെ ചെറുപ്പം വസിക്കുന്ന ക്യാമ്പസുകളിലേക്കും കടന്നു കയറുന്ന അവസ്ഥയാണ്. റെഗുലർ ക്യാമ്പസുകളിൽ, പല ക്യാമ്പസുകളിലും മതനിഷേധവും മതവിരുദ്ധതയും അതുപോലെ തന്നെ ഇസ്ലാം വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും സമം ചേർത്തുകൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകൾ മുൻപന്തിയിലാണ്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല നാടുകളിലും ഇടതുപക്ഷത്തിന്റെ, നേരത്തെ പറഞ്ഞതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ മുസാഫ് തരാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ മുസാഫിനോടുള്ള കൊതി കാരണം, ആവേശം കാരണം അതിന്റെ പിന്നിൽ അണിനിരുന്ന ആളുകൾക്ക് സ്വന്തം മതവിശ്വാസം പോലും നഷ്ടപ്പെട്ട് തിരിച്ച് നടക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ നല്ലൊരു ഭാഗം ചെറുപ്പക്കാരെ മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഗൂഢമായ അജണ്ട ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നേർക്കുനേരെ മതത്തോട് വിമർശനമുണ്ടെങ്കിൽ ഉന്നയിക്കാം, ജമാഅത്തെ ഇസ്ലാമിയോട് വിമർശനമുണ്ടെങ്കിൽ അത് ഉന്നയിക്കാം, ഇസ്ലാമിനോട് വിമർശനമുണ്ടെങ്കിൽ അത് ഉന്നയിക്കാം. മുമ്പും ഉന്നയിച്ചിട്ടുണ്ട്, പലപ്പോഴും അതിന് മറുപടികൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. ശരീഅത്ത് വിവാദത്തിൽ നേർക്കുനേരെ അത് ഈ കേരളം അനുഭവിച്ചതുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നേർക്കുനേരെ പറയുക, അതുപോലെ തന്നെ നേർക്കുനേരെ ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് അതിന് ലൈസൻസ് കൊടുത്ത് അവർ യഥേഷ്ടം മുന്നോട്ട് പോകട്ടെ, അതിൻ്റെ ഗുണഭോക്താക്കൾ ബാലറ്റ് പെട്ടിയിൽ വീഴുന്ന 2 വോട്ടുകളാണ് എന്ന് മനസ്സിലാക്കുന്ന ശുദ്ധ വിഡ്ഢിത്തമാണ്. അധികകാലം ചരിത്രത്തിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങളുടെ ഊക്കുള്ള പ്രത്യയശാസ്ത്രത്തിന് പോലും സാധിക്കാതെ പോയ ഒരു ചരിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇനി സംഘപരിവാർ കിണിഞ്ഞു നൽകുന്ന ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷത്തിൽ ഞങ്ങൾ നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്നത് പോലും പ്രിയപ്പെട്ടവരെ, ഗുണകാംക്ഷയോടുകൂടി നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും പറയുന്നത് അബദ്ധമാണ്. അത് തിരുത്താൻ നിങ്ങൾ സന്നദ്ധരാവുക എന്നതാണ്. ഈ വിമോചന കാലഘട്ടത്തിൽ സംഘപരിവാറിൽ നിന്ന് രാജ്യത്തെയും സംഘപരിവാറിന്റെ വിഷലിപ്തമായ അജണ്ടകളിൽ നിന്ന് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സാമ്പത്തിക ക്രമങ്ങളെയും മോചിപ്പിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കുവഹിക്കാൻ ആർജവത്തോടുകൂടി മുന്നിൽ നിൽക്കേണ്ട സമയത്ത് പിന്നോട്ട് വലിയുന്നത് ചരിത്രപരമായി നിങ്ങൾ ചെയ്ത മണ്ടത്തരത്തെ, വിഡിത്തത്തെ ചരിത്രത്തിന്റെ ഒരാവർത്തി പരതി നോക്കിയാൽ അനേകം ഗുണപാഠങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് വിമോചനം ഉൾക്കാവുള്ള ഒരു പ്രത്യയശാസ്ത്രത്തെ ലോകം സ്വീകരിച്ചിട്ടുണ്ട്.
രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം പ്രവാചക തിരുമേനി പ്രബോധനം ചെയ്ത ഒരു ആദർശം, ആ ആദർശത്തിൽ അത്ഭുതപ്പെട്ടു പോയി വഹ്ശി ബിലാൽ എന്ന് പറയുന്ന മനുഷ്യൻ വഹ്ശിയോട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് മക്കയിൽ ഒരു ശബ്ദം കേട്ടു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, അമ്പരന്ന് പോയി. എന്താണ് ആ ശബ്ദമെന്ന് പറയുന്നത്? ഞാനും നീയുമൊക്കെ മനുഷ്യനാണ് എന്ന് പറയുന്ന ഒരു ശബ്ദം ഞാൻ പുതുതായി കേട്ടുവെന്നാണ്. വഹ്ശി ഇങ്ങനെ ആലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ശ്രദ്ധിക്കാതെ ഞാനും നീയും മനുഷ്യരാണെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമോ സാധ്യമല്ല എന്നാണ്. അനേകം മനുഷ്യർക്ക് വിമോചനത്തിന്റെ തെളിതീരെമ്പാടും ഒഴിച്ചു കൊടുത്ത് അവരെങ്ങനെ ചേർത്ത് പിടിച്ച് ചീർപ്പിന്റെ പല്ലുകളെ പോലെ സമന്മാരാണെന്ന് പറഞ്ഞപ്പോ മാഞ്ചസ്റ്റർ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് മാത്രം സമത്വം വാഗ്ദാനം ചെയ്ത ഈ ദർശനത്തെ ലോകത്ത് വിമോചനം ആഗ്രഹിച്ച ഏതെങ്കിലും ജനത സ്വീകരിച്ചിട്ടുണ്ടോ എന്നതാണ്. ഇന്ത്യ സ്വീകരിക്കാത്തതിന്റെ കാരണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് മുമ്പ് അതിൽ പ്രവർത്തിച്ച പല ആളുകളും എഴുതിയിട്ടുണ്ട്. അതൊരാവർത്തി നമ്മൾ വായിച്ചു നോക്കേണ്ടതാണ്. അതുകൊണ്ട് ആർക്കും വിമോചനം വാഗ്ദാനം ചെയ്യാത്ത, അതുപോലെ തന്നെ വിമോചനം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിയ, ലോകത്തെ പ്രലോഭിച്ച് അവസാനം ലോകത്തിന് അനേകം മനുഷ്യരുടെ കണ്ണീരും പട്ടിണിയും വിശപ്പും അതുപോലെ തന്നെ കഥനകഥകളും മാത്രം സംഭരിച്ച ഒരു പ്രത്യയശാസ്ത്രത്തെ ഇട്ടുവിളിക്കേണ്ട പേരാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പ്രത്യയശാസ്ത്രത്തിൽ ലോകത്ത് ഉദയം ചെയ്തപ്പോൾ വിമോചനം എന്ന ഒരു സ്വപ്നത്തിന്റെ ഒരു കണിക പോലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അതിന് ശേഷി പ്രകടിപ്പിക്കാൻ നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം വിമോചനം ആഗ്രഹിക്കുന്ന ഈ രാജ്യം ഇന്ന് പലരിൽ നിന്നും വിമോചനം ആഗ്രഹിക്കുന്ന സ്ത്രീ വിമോചനം, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ വിമോചനം, മുസ്ലിം സമൂഹത്തിന്റെ സുരക്ഷ തുടങ്ങിയ പല കാര്യങ്ങളും അത്യന്തം അപകടകരമായ ഒരു ലൈനിലെത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരുമിച്ച് ഒന്നിച്ചു നിൽക്കാൻ, അതുപോലെ തന്നെ ഒന്നിച്ചതിനെ പ്രതിരോധിക്കുവാനുള്ള ശേഷി നിങ്ങൾ പ്രകടിപ്പിക്കുക. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിഗ്നൽ കൊടുക്കുന്ന വാർഡന് സിഗ്നൽ നിർത്താൻ, വണ്ടിക്ക് നിർത്താൻ, സ്റ്റോപ്പ് ചെയ്യാൻ കാണിക്കുന്ന ഒരു പതാകയായി ഈ പാർട്ടിയുടെ ചരിത്രം അവശേഷിക്കും. അതിൽ നിന്ന് രക്ഷിക്കാനുള്ള ബാധ്യത ഒന്നാമതായി നിങ്ങൾക്ക് മാത്രമാണുള്ളത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാചകം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.